ആനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ബലം ചുഗമുഖാൻ അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയാമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീമദ് ഭാഗവതം അവലോകനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച്, ഭാഗവതത്തിന്റെ പ്രാധാന്യം, ഭാഗവതത്തിൽ എത്ര സ്കന്ധങ്ങളാണ് ഉള്ളത്, ഓരോ സ്കന്ധവും ഭഗവാന്റെ ഏതേത് ഭാഗങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് ഒന്നാമത്തെ സ്കന്ധത്തിലേക്ക് നോക്കാം. ഒന്നാമത്തെ സ്കന്ധത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് പോലെ എത്ര അധ്യായമായിരുന്നു ഉണ്ടായിരുന്നത്? 19. യെസ്, ഹേമലത മാതാജി കറക്റ്റാണ് പറഞ്ഞത്. 19 അധ്യായങ്ങളാണ് ഒന്നാമത്തെ സ്കന്ധത്തിലുള്ളത്. നമ്മൾ അത് കഴിഞ്ഞ ദിവസം ഓരോ അധ്യായത്തിന്റെയും പേരുകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മിക്കുന്നതിന് വേണ്ടി ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ അധ്യായം ഋഷിമാരുടെ അന്വേഷണങ്ങൾ, രണ്ടാമത്തേത് ദിവ്യത്വവും ദിവ്യസേവനവും, 3 കൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ്, 4 ശ്രീ നാരദ ആഗമനം, 5 വ്യാസദേവന് നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ, 6 നാരദനും വ്യാസദേവനും തമ്മിലുള്ള സംഭാഷണം, 7 ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു, 8 കുന്തിദേവിയുടെ പ്രാർത്ഥനയും പരീക്ഷിത് മഹാരാജാവിന്റെ സംരക്ഷണവും, 9 ശ്രീകൃഷ്ണ ഭഗവാന്റെ സാമീപ്യത്തിൽ ഭീഷ്മദേവന്റെ വിയോഗം, 10 ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രയാണം, 11 ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരക പ്രവേശം, 12 പരീക്ഷിത് മഹാരാജാവിന്റെ ജനനം, 13 ധൃതരാഷ്ട്രൻ കൊട്ടാരം ഉപേക്ഷിക്കുന്നു, 14 ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനം, 15 പാണ്ഡവർ യഥാസമയം വിരമിക്കുന്നു, 16 പരീക്ഷിത്ത് കലിയുഗത്തെ എങ്ങനെ സ്വീകരിച്ചു, 17 കലിക്കുള്ള ശിക്ഷണവും പാരിതോഷികവും, 18 പരീക്ഷിത് മഹാരാജാവ് ബ്രാഹ്മണകുമാരനാൽ ശപിക്കപ്പെടുന്നു, 19 ശുഗാഗമനം. ഇങ്ങനെ 19 അധ്യായങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്കന്ധത്തിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് ആദ്യത്തെ അധ്യായം ഒന്ന് ചുരുക്കത്തിൽ നോക്കാം. ആദ്യത്തെ അധ്യായത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? ആദ്യത്തെ അധ്യായത്തിന്റെ പേര് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഋഷിമാരുടെ അന്വേഷണങ്ങൾ. ഋഷിമാരുടെ അന്വേഷണങ്ങൾ. ഇപ്പൊ നൈമിഷ അരണ്യത്തിൽ വെച്ച് കലിയുഗത്തിന്റെ ആരംഭത്തിൽ ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ഋഷിമാർ ഈ കലിയുഗത്തിൽ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച്, ഇവിടെ ജനിക്കാനിരിക്കുന്ന ജനങ്ങളുടെ കഷ്ടതകളെക്കുറിച്ച് ചിന്തിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി 1000 വർഷത്തോളം യജ്ഞങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവിടെ
സൂത ഗോസ്വാമി ശുകദേവ് ബ്രഹ്മർഷിയിൽ നിന്നും ശ്രീമദ് ഭാഗവതം ശ്രവിച്ചിട്ടുള്ള ശുകദേവ് ബ്രഹ്മർഷി സൂത ഗോസ്വാമി എത്തിച്ചേരുകയും സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷിമാർ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരെന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, എന്തെല്ലാമായിരുന്നു ശൗനകാദി ഋഷിമാരുടെ ചോദ്യങ്ങൾ എന്നുള്ള കാര്യമൊക്കെ ഈ അധ്യായത്തിലാണ് പറയുന്നത്. ശൗനകാദി ഋഷിമാർ യഥാർത്ഥത്തിൽ 6 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ആ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ശ്രീമദ് ഭാഗവതം മുഴുവനായിട്ടുമുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇന്ന് ആ 6 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ മുന്നേ എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്, ഒന്നാമത്തെ ശ്ലോകം എന്താണ് എന്നുള്ള കാര്യം നമ്മൾക്ക് നോക്കാം. ഒന്നാമത്തെ ശ്ലോകം നമ്മൾക്കറിയാം. ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യ യതോ അന്യാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദാ യ ആദികവയെ മുഹ്യന്തി യത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യ യതോ അന്യാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദാ ആദികവയെ മുഹ്യന്തി യത് സൂരയ തേജോ വാര്യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇങ്ങനെയാണ് ഒന്നാമത്തെ ശ്ലോകം പറയുന്നത്. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ശ്ലോകം പറയുന്നത് പരമസത്യത്തെ കുറിച്ചാണ് എന്നാണ് പറയുന്നത്. പരമസത്യത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ ശ്ലോകം. ആരാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈശ്വരൻ, പരമമായിട്ടുള്ള സത്യം എന്താണ്, അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണ് എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പരമ ആരാധ്യനായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ആരാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകം വെളിവാക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ ആരംഭത്തിൽ തന്നെ എന്താണ് പറയുന്നത്, ആദ്യത്തെ വരി എന്താണ്, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ് പറയുന്നത് അല്ലെ. ഓം നമോ ഭഗവതേ വാസുദേവായ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് പ്രണാമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ഓം നമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങേ പ്രണമിക്കുന്നു, നമിക്കുന്നു. ആരെയാണ് പ്രണമിക്കുന്നത്, വാസുദേവായ. വാസുദേവൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ, വസുദേവന്റെ പുത്രനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് വാസുദേവൻ എന്ന് വിളിക്കുന്നത്. വസുദേവർക്ക് ജനിച്ചത് കൊണ്ടാണ് ഭഗവാനെ വാസുദേവൻ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വിശുദ്ധ സത്വത്തിലിരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ വാസുദേവ സത്വത്തിലിരിക്കുന്നത് കൊണ്ടും ഭഗവാനെ വാസുദേവൻ എന്ന് വിളിക്കാറുണ്ട്. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് പ്രണാമങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞു. ഇനി ആ വാസുദേവന്റെ പ്രത്യേകതകൾ, ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ വാസുദേവനെ കുറിച്ച് തന്നെയാണ് അടുത്ത വരികളിലൊക്കെ പറയുന്നത്. അതായത് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ എല്ലാ വരികളിലും പറയുന്നത് ആ വാസുദേവന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. എന്താണ് ആദ്യം പറയുന്നത്, ജന്മാദ്യസ്യ യഥോ എന്നാണ് പറയുന്നത്. ജന്മാദ്യസ്യ യഥോ എന്ന് പറയും. ജന്മാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിന്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാൻ എന്നാണ്. ജന്മാദി, എല്ലാറ്റിന്റെയും ഉറവിടം ആരാണോ ആ ഭഗവാന് എല്ലാ പ്രണാമങ്ങളും എന്നാണ് വ്യാസദേവൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ശ്ലോകങ്ങൾ മുഴുവൻ എഴുതിയിട്ടുള്ളത് ചില വ്യാസദേവനാണ്. അപ്പൊ വ്യാസദേവനാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. എല്ലാറ്റിന്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാൻ വാസുദേവന് നമസ്കാരം. ജന്മാദ്യസ്യ യഥോ എന്നതിന്റെ അർത്ഥം അതാണ്. അന്യാൻ ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞ, അത് ഭഗവാന്റെ മറ്റൊരു ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അഭിജ്ഞ? ഭഗവാൻ അഭിജ്ഞനാണ് എന്ന് പറയും. അഭിജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയുന്നവൻ എന്നാണ് അർത്ഥം. ആ ഭഗവാൻ വാസുദേവൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാം അറിയുന്നതാണ്. എന്തൊക്കെയാണ് ഭഗവാൻ അറിയുന്നത്? അന്യാൻ ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞ. ഭഗവാന് ഈ സൃഷ്ടിയെക്കുറിച്ച് നേരിട്ടും അല്ലാതെയും, അന്യാൻ ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞ, ഭഗവാൻ ഈ സൃഷ്ടിയെക്കുറിച്ച്
നേരിട്ടും അല്ലാതെയും എല്ലാ കാര്യങ്ങളും അറിയാം എന്നാണ് പറയുന്നത്. ഭഗവാൻ അറിയാത്തതായിട്ട് ഈ ലോകത്തിലോ പരലോകത്തിലോ ഒന്നുമില്ല. അദ്ദേഹത്തിന് ഈ ലോകത്തിന്റെ പരലോകത്തിന്റെയും എല്ലാ മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ബോധമുണ്ട്. പരമമായിട്ടുള്ള ബോധമാണ് ഭഗവാൻ. അഭിജ്ഞ എന്ന് ഭഗവാനെ കുറിച്ച് പറഞ്ഞിരിക്കും. അന്യാത് ഇതരതസ്ഥാർത്ഥേഷു അഭിജ്ഞ. പിന്നെന്താണ് പറയുന്നത്? സ്വരാട് എന്ന് പറഞ്ഞു. അഭിജ്ഞ സ്വരാട്. ഭഗവാൻ സ്വരാടാണ് എന്ന് പറഞ്ഞു. സ്വരാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ പരമതന്ത്ര സ്വതന്ത്രനാണ് എന്നാണ്. പരമതന്ത്ര സ്വതന്ത്രനാണ്, ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള വ്യക്തി. അല്ലെങ്കിൽ ആരാലും നിയന്ത്രിക്കപ്പെടാൻ സാധിക്കാത്ത വ്യക്തിയാണ് ഭഗവാൻ. അല്ലെ, ഭഗവാന് ആരെയും അനുസരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ് ഞാൻ പ്രണമിക്കുന്നത് എന്നാണ് വ്യാസദേവൻ പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് പ്രണാമങ്ങൾ. എങ്ങനെയുള്ള? സ്വരാട്. ഭഗവാനെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഭഗവാന് ആരുടെയും നിയമങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഭഗവാന്റെ നിയമങ്ങളാണ് അനുസരിക്കേണ്ടത്. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാന്റെ വാക്കുകളാണ് ധർമ്മം. ആ ധർമ്മമാണ് എല്ലാവരും അനുസരിക്കേണ്ടത്. ഭഗവാൻ ആരെയും അനുസരിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ ആർക്കും നിയന്ത്രിക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ എന്തെന്ന് വിളിച്ചിരിക്കുന്നു? സ്വരാട്. സർവതന്ത്ര സ്വതന്ത്രനാണ് ഭഗവാൻ. സ്വരാട്. തേനേ ബ്രഹ്മഹൃദ യ ആദികവേ. ഇത് ഭഗവാന്റെ ഒരു പ്രവൃത്തിയാണ്. എന്താണ് ഭഗവാൻ ചെയ്തിട്ടുള്ളത്? ആദ്യത്തെ സൃഷ്ടിയായിട്ടുള്ള ബ്രഹ്മാവിന് തേനേ ബ്രഹ്മഹൃദ, ആ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ ആദ്യമായിട്ട് വേദങ്ങൾ നിർദ്ദേശിച്ചു. ആദ്യമായിട്ട് ബ്രഹ്മാവിന് വേദങ്ങൾ നിർദ്ദേശിച്ച ആ ഭഗവാന് നമസ്കാരം എന്നാണ് വ്യാസദേവൻ പറയുന്നത്. തേനേ ബ്രഹ്മഹൃദ. എങ്ങനെയാണ് നിർദ്ദേശിച്ചത്? ഹൃദയത്തിലിരുന്നു കൊണ്ട്. ആദികവയെ. അങ്ങനെ ആ ബ്രഹ്മാവ് ആദ്യത്തെ ജ്ഞാനിയായിട്ട് മാറി, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് അറിയുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് മാറി. ആദികവയെ. കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജ്ഞാനവുമുള്ള വ്യക്തിയാണ് കവി എന്ന് വിളിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവ് ആദി കവിയായിട്ട് മാറി. എങ്ങനെ? തേനെ ബ്രഹ്മഹൃദ ആദികവയെ. ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ ഈ ജ്ഞാനം, വേദജ്ഞാനം ഉപദേശിച്ചു. അങ്ങനെയുള്ള ഭഗവാന് പ്രണാമങ്ങൾ എന്നാണ് വ്യാസദേവൻ പറയുന്നത്. മുഹ്യന്തിയത് സൂരയ. ആ ഭഗവാന്റെ പ്രവൃത്തി കൊണ്ടും ഭഗവാന്റെ മായാശക്തി കൊണ്ട് എന്ത് സംഭവിക്കുന്നു? മുഹ്യന്തി. മോഹിപ്പിക്കപ്പെടുന്നു. ആരാണ് മോഹിപ്പിക്കപ്പെടുന്നത്? സൂരയ. വലിയ വലിയ മഹർഷിമാർ. വലിയ വലിയ മഹർഷിമാർക്ക് പോലും ഭഗവാനെ പിടികിട്ടുകയില്ല. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ പോലും മോഹിച്ചു പോകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. തേനെ മുഹ്യന്തിയത് സൂരയ. വലിയ വലിയ ജ്ഞാനികൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ഭഗവാന് എല്ലാവിധ നമസ്കാരങ്ങളും. തേജോ വാരിമൃതാം യഥ. എങ്ങനെയാണ് ഈ മഹർഷിമാർ മോഹിപ്പിക്കപ്പെടുന്നത്? ഏതുപോലെയാണ് മോഹിപ്പിക്കപ്പെടുന്നത്? അഗ്നിയിൽ ജലം കാണുമ്പോൾ നമ്മൾ മോഹിപ്പിക്കപ്പെടും. അതേപോലെ ജലത്തിൽ കര കാണുമ്പോൾ നമ്മൾ മോഹിപ്പിക്കപ്പെടും. അതേപോലെ ഈ വ്യത്യസ്തമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണോ സംഭ്രമം ഉണ്ടാകുന്നത്, അതേപോലെ വലിയ വലിയ ജ്ഞാനിമാർക്ക് പോലും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സംഭ്രമമാണ് ഉണ്ടാകുന്നത്. അവർക്ക് പോലും കൃത്യമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഭഗവാൻ വാസുദേവന് നമസ്കാരം എന്ന് വ്യാസദേവൻ പറഞ്ഞിരിക്കും. വിനിമയോ എത്ര ത്രിസർഗോ അമൃഷ. ആ ഭഗവാന്റെ ശക്തി കൊണ്ടാണ് മുഴുവൻ ലോകങ്ങൾ, ഈ ഭൗതിക ലോകം സത്യമായിട്ട് തോന്നുന്നത്. അതും ഭഗവാന്റെ ഒരു മായയാണ് എന്ന് പറയും. ഈ ഭൗതിക ലോകം, ത്രിഗുണങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഭൗതിക ലോകം. വിനിമയോ എത്ര ത്രിസർഗോ അമൃഷ. ത്രിസർഗോ, ഈ ത്രിഗുണങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഭൗതിക ലോകത്തിനെ സത്യമാക്കി തോന്നിപ്പിക്കുന്നതും അങ്ങയുടെ ഒരു ശക്തിയാണ്. ഭഗവാൻ വാസുദേവന്റെ ശക്തിയാണ്. അങ്ങനെയുള്ള ഭഗവാൻ വാസുദേവന് പ്രണാമം എന്ന് പറയും. വിനിമയോ എത്ര ത്രിസർഗോ അമൃഷ ധാംന സ്വേന സദാ നിരസ്ത കുഹകം. ഇനി ഭഗവാൻ എവിടെയാണ് യഥാർത്ഥത്തിൽ വസിക്കുന്നത്? ധാംന സ്വേന സദാ നിരസ്ത കുഹകം. ഭഗവാൻ എപ്പോഴും വിരാജിക്കുന്നത്, ഭഗവാന്റെ ലീലകൾ ചെയ്യുന്നത് സ്വന്തം ധാമത്തിലാണ്. സ്വന്തം ധാമത്തിലാണ്.
ഗോലോക വൃന്ദാവനത്തിലാണ്, അല്ലെങ്കിൽ വൈകുണ്ഠ ലോകങ്ങളിലാണ് ഭഗവാൻ എപ്പോഴും സ്ഥിരമായിട്ട് നിവസിക്കുന്നത്. ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ പ്രത്യേകിച്ച് പ്രവർത്തനമൊന്നുമില്ല. ധാംനാ സ്വേന സദാ നിരസ്ത കുഹകം, സദാ നിരസ്തം, അവിടെയാണ് അദ്ദേഹം സ്ഥിരമായിട്ട് വസിക്കുന്നത്. കുഹകം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ആത്മീയ ലോകത്തിനെ ഒരിക്കലും മായ ബാധിക്കുന്നില്ല. ത്രിഗുണങ്ങൾ ബാധിക്കാത്ത ആത്മീയ ലോകത്തിലാണ് ഭഗവാൻ എപ്പോഴും വിരാജിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ധാംനാ സ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. പരമമായിട്ടുള്ള സത്യം, പരമസത്യമായിട്ടുള്ള ഭഗവാനെ ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നു. ധീമഹി, എന്റെ മനസ്സിൽ ധ്യാനിക്കുന്നു എന്നാണ് ശ്രീല വ്യാസദേവൻ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പരമസത്യമായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച്, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ വാസുദേവനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ പരമസത്യമാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യ യഥാ അന്വയാത് ഇതരതശ്ചാർത്തേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദ യ ആദികവയെ മുഹ്യന്തി യത് സൂരേ തേജോവാരി യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാം ധാംനാ സ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ വാസുദേവനെ സ്തുതിക്കുകയാണ് വ്യാസദേവൻ. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ജന്മാദ്യസ്യത, എല്ലാറ്റിന്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് പരമസത്യത്തെ കുറിച്ചാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകം എന്താണ്? ധർമ്മപ്രോജ്ജിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യ അവരുദ്ധ്യതേ അത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തക്ഷണ. രണ്ടാമത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ശ്രീമദ് ഭാഗവതമാണ് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. അപ്പൊ ആദ്യം ഭഗവാനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം നമ്മൾക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം, അഭിധേയം എന്ന് പറയും. ആദ്യം സംബന്ധം, പിന്നീട് അഭിധേയം, ഭഗവാനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം. ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാം. ആ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ധർമ്മ പ്രോജ്ജിത കൈതവോ എന്ന് പറഞ്ഞിരിക്കും. ധർമ്മ പ്രോജ്ജിത കൈതവോ, പരമമായിട്ടുള്ള ധർമ്മത്തിനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. എങ്ങനെയുള്ള ധർമ്മത്തിനെ കുറിച്ചാണ്? ധർമ്മ പ്രോജ്ജിത കൈതവോ, കൈതവ ധർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള പരമധർമ്മത്തിനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. കൈതവ ധർമ്മമല്ല. കൈതവ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ധർമ്മം, അല്ലെങ്കിൽ ചീറ്റിംഗ് ആയിട്ടുള്ള ധർമ്മം, വഞ്ചകരുടെ ധർമ്മം എന്ന് പറയും. വഞ്ചകരുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിനെ കുറിച്ച് മാത്രമുള്ള ധർമ്മം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അതല്ല ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ ഒരിക്കലും ഭൗതിക നേട്ടങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ കുറിച്ചല്ല ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. അതിനു ഉപരിയായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പരമധർമ്മത്തിനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ധർമ്മ പ്രോജ്ജിത കൈതവോ അത്ര പരമോ, പരമമായിട്ടുള്ള ധർമ്മത്തിനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഇനി ആ ശ്രീമദ് ഭാഗവതം ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിർമ്മത്സരാണാം സദാ, നിർമ്മത്സരാണാം സദാ, സത്തുക്കൾക്ക്, ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല ശ്രീമദ് ഭാഗവതം. ഭക്തന്മാർ തമ്മിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിർമ്മത്സരാണാം സദാം, എങ്ങനെയുള്ള ഭക്തന്മാർക്ക്? നിർമ്മത്സരാണാം സദാ, അസൂയയില്ലാത്ത ശുദ്ധരായിട്ടുള്ള ഭക്തന്മാർക്കാണ് ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർമ്മത്സരാണാം സദാം വേദ്യം, അവർക്കാണിത് മനസ്സിലാകുന്നത്. വാസ്തവം അത്ര വസ്തു ശിവദം, ഈ ശ്രീമദ് ഭാഗവതം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വാസ്തവ വസ്തു,
യഥാർത്ഥ വസ്തു, യാതൊരു മാറ്റവും ഇല്ലാത്ത വസ്തു. അതാരാണ്? പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്നത്. ശിവദം, വാസ്തവമത്ര വസ്തു ശിവദം. ശിവദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീമദ് ഭാഗവതം എന്താണ്? ശിവദമാണ്. ശിവദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളകരം. വായിക്കുന്ന ആൾക്ക് ഏറ്റവും മംഗളകരമാണ്. അവരുടെ എല്ലാവിധ ദുരിതങ്ങളും ഇല്ലാതായിട്ട് മാറും. അതുകൊണ്ട് ഏറ്റവും മംഗളകരമാണ് ശ്രീമദ് ഭാഗവതം. ശിവദം. താപത്രയോ ഉന്മൂലനം, എല്ലാവിധ താപത്രയങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന് പറഞ്ഞിട്ട് താപത്രയങ്ങൾ, ഭൗതിക ലോകത്തിലുള്ള താപത്രയങ്ങൾ. ഈ താപത്രയങ്ങളെ മുഴുവൻ ഇല്ലാതാക്കും. എങ്ങനെയാണ്? ആരാണോ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്നത്, ആരാണോ ശ്രീമദ് ഭാഗവതം പറയുന്നത്, അവരുടെ എല്ലാവിധ ദുരിതങ്ങളും ഇല്ലാതായിട്ട് മാറും. താപത്രയങ്ങൾ ഇല്ലാതായിട്ട് മാറും. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതത്തിന് നമസ്കാരം എന്ന് പറയുന്നു. താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിംവാ പരൈരീശ്വര. ഇനി ശ്രീമദ് ഭാഗവതം ആരാണ് രചിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ, മുനിശ്രേഷ്ഠനായിട്ടുള്ള ശില വ്യാസദേവൻ തന്നെയാണ് ഈ ശ്രീമദ് ഭാഗവതം രചിച്ചിട്ടുള്ളത്. അല്ലെ, ഭഗവാന്റെ തന്നെ അവതാരമാണ് വ്യാസദേവൻ. ആ വ്യാസദേവനാൽ വിരചിതമാണ് ശ്രീമദ് ഭാഗവതം. മഹാമുനികൃതേ കിംവാ പരൈർ ഈശ്വര. കിംവാ പരൈർ, ഇതിനേക്കാൾ ഉപരിയായിട്ട് ഏത് ശാസ്ത്രമാണ് ഉള്ളത് എന്ന് ചോദിക്കും. ശ്രീമദ് ഭാഗവതത്തിനേക്കാൾ ഉപരിയായിട്ട് എന്ത് ശാസ്ത്രമാണ് പിന്നെ പഠിക്കാനുള്ളത്? ഈശ്വര സദ്യോ ഹൃദി അവരുദ്ധ്യതേ അത്ര. ശ്രീമദ് ഭാഗവതം ശ്രവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈശ്വര സദ്യോ ഹൃദി അവരുദ്ധ്യതേ. ഹൃദയത്തിൽ ഭഗവാൻ ഇരുന്നരുളും എന്നാണ് പറയുന്നത്. ഭഗവാൻ ആ ഭാഗവതം ശ്രവിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ തന്നെ എപ്പോഴും ഇരുന്ന് അരുളും. എപ്പോഴാണ്? കൃതിവി ശുശ്രൂഷുഭിസ്തക്ഷണാത്. ആരാണോ ശ്രീമദ് ഭാഗവതം ശ്രദ്ധയോടെ ശുശ്രൂഷുഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവിക്കുന്നത്, ആരാണോ ശ്രദ്ധയോടെ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ തന്നെ വന്ന് ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ശ്രീമദ് ഭാഗവതം ശ്രവിച്ചു കഴിഞ്ഞാലുള്ള ഗുണം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ ശ്ലോകം എന്താണ്? നിഗമ കൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക. ഈ ശ്രീമദ് ഭാഗവതം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമ്മൾ ഇത് പഠിക്കുകയല്ല അത് വേണ്ടത്. ശ്രീമദ് ഭാഗവതം പഠിക്കുകയല്ല വേണ്ടത്, ശ്രീമദ് ഭാഗവതം കുടിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെ, പിബത ഭാഗവതം രസമാലയം. ഇത് എല്ലാ രസം അടങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു ജ്യൂസാണ്. ശ്രീമദ് ഭാഗവതം രസമാലയം. ഇത് കുടിക്കാനുള്ളതാണ്. ഇത് പഠിക്കാൻ പ്രയാസമുള്ള ഒരു വേദശാസ്ത്രം ഒന്നുമല്ല. വേദങ്ങളൊക്കെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതിന്റെ നിയമങ്ങളും ക്രമങ്ങളും ഒക്കെ പാലിച്ച് പഠിക്കാൻ. പക്ഷെ ശ്രീമദ് ഭാഗവതം അങ്ങനെയല്ല. ശ്രീമദ് ഭാഗവതം കുടിക്കാനുള്ളതാണ്, അത് രസിക്കാനുള്ളതാണ് എന്ന് പറയും. ഇത് ജ്യൂസാക്കി തന്നിട്ടുണ്ട്, നമ്മൾക്ക് കുടിക്കാനുള്ള ഒരു ജ്യൂസായിട്ട് തന്നിട്ടുണ്ട്. ആരാണ്? ശുഖമുഖാൽ അമൃതദ്രവ സംയുതം. വ്യാസദേവന്റെ പുത്രനായിട്ടുള്ള ശുഗദേവ ബ്രഹ്മർഷി ഈ ഒരു ഭാഗവത ഫലത്തിനെ, ശ്രീമദ് ഭാഗവതം ഒരു പഴുത്ത ഫലമാണ് എന്ന് പറയും. അല്ലെ, ഒരു മാവിൽ പഴുത്ത മാമ്പഴം പഴുത്ത് മുറ്റി നിൽക്കുകയാണ്. അങ്ങനെയുള്ള മാമ്പഴമാണ് ഈ ശ്രീമദ് ഭാഗവതം. ആ മാവ് എന്താണ്, ആ വൃക്ഷം എന്താണ് എന്നും പറയുന്നുണ്ട്. എന്താണ്? നിഗമ കൽപ്പതരോർഗളിതം ഫലം. നിഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾ. കൽപ്പതരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൽപ്പവൃക്ഷങ്ങൾ. വേദങ്ങളാകുന്ന കൽപ്പവൃക്ഷങ്ങളുടെ ഫലമാണ് ഗളിതം ഫലം. ഗളിതം ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുത്തു പാകമായിട്ടുള്ള ഫലമാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ മധുരം കൂടി, അതിന്റെ സ്വാഭാവികമായിട്ടുള്ള മധുരം വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കുമ്പോൾ? ശുഖമുഖാത് അമൃതദ്രവ സംയുതം. ആ ശുഗദേവ് ബ്രഹ്മർഷിയുടെ മുഖത്തു നിന്ന് ഇത് വന്ന സമയത്ത്
അതിന് സ്വാഭാവികമായിട്ടുള്ള മധുരം കൂടുകയാണ് ചെയ്തത്. ഇതുപോലെ തത്ത കൊത്തിയ മാമ്പഴം അതിന് കൂടുതൽ മധുരം ഉണ്ടാകുമെന്ന് പറയും. അതേപോലെ ശുഗബ്രഹ്മർഷിയുടെ മുഖത്തിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിന്റെ മാധുര്യം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശുഖമുഖാൻ അമൃതദ്രവ സംയുതം പിബത ഭാഗവതം. അങ്ങനെയുള്ള ഭാഗവതം എന്താണ് ചെയ്യേണ്ടത്? പിബത, അത് കുടിക്കൂ എന്നാണ് പറയുന്നത്. പിബത ഭാഗവതം രസമാലയം, ഇത് രസങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. മാത്രമല്ല രസമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷമാർഗത്തിലേക്ക്, വൈകുണ്ഠ ലോകത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. മറ്റ് ഗ്രന്ഥങ്ങൾ പോലെയല്ല, മറ്റ് വേദഗ്രന്ഥങ്ങൾ പോലെയല്ല. എല്ലാ വേദഗ്രന്ഥങ്ങളും നമ്മളെ എവിടേക്കാണ് എത്തിക്കുന്നത്? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഏവം ത്രയീധർമ്മ അനുപ്രപന്ന ഗതാഗതം കാമകാമാലഭന്തേ. ത്രയീധർമ്മങ്ങൾ, എല്ലാ വേദങ്ങളും പഠിച്ചു കഴിഞ്ഞാലും എവിടെ എത്തും? ഗതാഗതം, ബ്രഹ്മലോകം മുതൽ പാതാളം വരെയുള്ള ലോകങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കാൻ മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ശ്രീമദ് ഭാഗവതം എന്താണ്? ശ്രീമദ് ഭാഗവതം വൈകുണ്ഠപന്ഥ, ഒരിക്കലും തിരിച്ചു വരേണ്ടാത്ത വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള വഴിയാണ് ശ്രീമദ് ഭാഗവതം. രസമാലയം, മുഹുരഹോ രസിക ഭുവിഭാവുക. ചിന്തിക്കുന്ന ആളുകളും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളും ശ്രീമദ് ഭാഗവതം സ്വീകരിക്കും, അതിനെ രുചിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തന്മാർക്ക് മാത്രം മനസ്സിലാകുന്നതാണ്, ബുദ്ധിമാന്മാർ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിന്റെ ആ ഒരു രസതത്വത്തിനെ കുറിച്ചാണ് ഇവിടെ 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. 4 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ, 23 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. 4 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ സൂത ഗോസ്വാമിയെ നൈമിഷാരണ്യത്തിലെ ശൗനകാദി ഋഷിമാർ എങ്ങനെയാണ് സ്വീകരിച്ചിരുത്തിയത്, ശ്രീമദ് ഭാഗവതം ശുകദേവ ബ്രഹ്മർഷിയിൽ നിന്നും ശ്രവിച്ചു വന്നിട്ടുള്ള ആ ശുകദേവ ബ്രഹ്മർഷിയെ എങ്ങനെയാണ് ശൗനകാദി മഹർഷിമാർ പ്രകീർത്തിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പ്രകീർത്തിക്കുന്നത് എന്നെല്ലാം 4 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. നമ്മളെല്ലാം വിശദീകരിക്കുന്നില്ല. ചില ക്യാരക്ടേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. സൂത ഗോസ്വാമിയുടെ സ്വഭാവം, ശ്രീമദ് ഭാഗവതം ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന സൂത ഗോസ്വാമി എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു, ശ്രീമദ് ഭാഗവതം പറയാൻ ഉള്ള അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്, അദ്ദേഹത്തിന്റെ വൈശിഷ്ട്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ശൗനകാദി മഹർഷിമാർ പറയുന്നുണ്ട്. 8 വരെയുള്ള 8-ാമത്തെ ശ്ലോകം വരെ. ശ്ലോകങ്ങൾ നമ്മൾക്ക് നോക്കാം. ആറാമത്തെ ശ്ലോകം മുതൽ ഋഷിമാർ സൂതഗോസ്വാമിയെ കുറിച്ച് പറയുന്നതാണ്. ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാത്യാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണ്യന്യുത യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദുഃ വേത്തത്വം സൗമ്യ തത്സർവം തത്വസ്തത്തനുഗ്രഹാത് ഭ്രൂയോ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ഇതിലെല്ലാം ഒരുപാട് സൂത ഗോസ്വാമിയുടെ ക്വാളിറ്റീസ് പറയുന്നുണ്ട്. അതിൽ ചില ക്വാളിറ്റീസ് നമ്മൾക്ക് നോക്കാം. അനഘ എന്ന് പറയുന്നുണ്ട്. ത്വയ അനഘ എന്ന് പറയും. അനഘൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപരഹിത എന്നാണ് അർത്ഥം. 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ. പാപരഹിത, അങ്ങ് പാപരഹിതനായിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം പറയാൻ യോഗ്യനാണ്. പിന്നീട് അധീതാനി എന്ന് പറയുന്നുണ്ട്. ആഖ്യാത്യാന്യപ്യ അധീതാനി എന്ന് പറയും. അധീതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. സൂത ഗോസ്വാമി സാധാരണ ഒരു വ്യക്തിയല്ല, വേദങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. പുരാണങ്ങളും വേദങ്ങളും പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആഖ്യാദാനി എന്നും പറയുന്നുണ്ട്. ആഖ്യാദാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് അത് വിവരിച്ച് വർണ്ണിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് കൂടിയുണ്ട്. അങ്ങനെ പുരാണങ്ങൾ വർണ്ണിക്കാൻ കഴിവുള്ള വ്യക്തി കൂടിയാണ് സൂത ഗോസ്വാമി എന്ന് പറയുന്നത്. ആഖ്യാദാനി.
ഇനി വേദവിധാം എന്ന് പറയുന്നുണ്ട്, 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, യാനി വേദവിധാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേച മുനേസൂത പരാവരവിദോ വിദുഹു. ഇദ്ദേഹം വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. വേദങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ശ്രീമദ് ഭാഗവതം പറയാൻ പോകുന്നത് എന്ന് പറയുന്നത്. വേദവിധാൻ ശ്രേഷ്ഠ, അദ്ദേഹം ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്, ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തിയാണ് ശ്രേഷ്ഠ. സൗമ്യ എന്ന് പറയുന്നുണ്ട്, 8ാമത്തെ ശ്ലോകത്തിൽ സൗമ്യ എന്ന് പറയുന്നുണ്ട്. വേത്തത്വം സൗമ്യതത് സർവം, അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമെങ്കിലും അദ്ദേഹത്തിന് യാതൊരു അഹങ്കാരവുമില്ല, സൗമ്യനായിട്ടുള്ള വ്യക്തിയാണ്. സൗമ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധൻ എന്ന് കൂടി അർത്ഥമുണ്ട്, ശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ സ്നിഗ്ധസ്യ എന്ന് പറയുന്നുണ്ട്, ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത, അദ്ദേഹം വിനയാന്വിതനായിട്ടുള്ള, സ്നിഗ്ധസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയമുള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹം സൗമ്യനുമാണ്, വിനയമുള്ള വ്യക്തിയുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുവിൽ നിന്ന് ജ്ഞാനം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയും. വിനയവും സൗമ്യത്വവും ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേദജ്ഞാനം, വേദത്തിലെ രഹസ്യമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ വേദങ്ങളിലെ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, യഥാർത്ഥ ജ്ഞാനം നമ്മൾക്ക് ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകുന്ന 2 ക്വാളിറ്റീസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സൗമ്യത്വം സ്നിഗ്ധസ്യ എന്ന് പറഞ്ഞിട്ടുള്ളത്, സൗമ്യത്വവും വിനയത്വവും. വിനയമുണ്ടെങ്കിലേ നമ്മൾക്ക് യഥാർത്ഥ വിദ്യ ഉണ്ടാവുകയുള്ളൂ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അല്ലെ, വിനയസമ്പന്നെ, വിനയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് വിദ്യ എന്ന് പറയും. അങ്ങനെയുള്ള യഥാർത്ഥ ആത്മീയ സ്വഭാവമുള്ള വ്യക്തിയാണ് സൂത ഗോസ്വാമി. അതുകൊണ്ട് അങ്ങേക്ക് ശ്രീമദ് ഭാഗവതം വർണ്ണിച്ച് തരാൻ സാധിക്കും, അല്ലെങ്കിൽ വേദങ്ങളിലെ രഹസ്യമെല്ലാം പറഞ്ഞു തരാൻ സാധിക്കുമെന്ന് ശൗനകാദി മഹർഷിമാർ സൂത ഗോസ്വാമിയോട് പറയുകയാണ്. സൂത ഗോസ്വാമിയെ കണ്ട ഉടനെ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചില്ല. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ ആദ്യം പ്രകീർത്തിച്ചതിന് ശേഷമാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. 6 ചോദ്യങ്ങൾ ശൗനകാദി മഹർഷിമാർ സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ അധ്യായത്തിൽ. 6 ചോദ്യങ്ങൾ ഏതെല്ലാം എന്ന് കൂടി നമ്മൾക്ക് നോക്കാം. ഏകദേശം സമയമായിട്ടുണ്ട്, നമ്മൾക്ക് 10 മിനിറ്റ് കൂടി സമയമുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾക്ക് 6 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യെസ്, ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് 9ാമത്തെ ശ്ലോകത്തിലാണ്. 9ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേയസ് എന്താണ്? ഒരു വ്യക്തി ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതാണ് ആദ്യത്തെ ചോദ്യം, 1ാമത്തെ ചോദ്യം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണ്, ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേയസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. തത്രാഞ്ജസായുഷ്മാൻ ഭവതാ യദ്വിനിശ്ചിതം പുംസാം ഏകാന്തത ശ്രേയസ്തന്ന ശംസിതും അർഹസി. ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേയസ് എന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിനുശേഷം 10ാമത്തെ ശ്ലോകത്തിൽ ഈ കലിയുഗത്തിലെ ജനങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ചോദ്യമല്ല, ഈ കലിയുഗത്തിലെ ജനങ്ങളുടെ പ്രത്യേകത, അവരോടുള്ള കാരുണ്യം പ്രകടിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? പ്രായേണ അല്പായുഷാ സദ്യ കലാവസ്മിൻ യുഗേ ജന മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യാഹി ഉപദ്രുത. കലിയുഗത്തിലുള്ള ആളുകള് അല്പായുസുകളാണ്, ആയുസ് കുറഞ്ഞവരാണ്. കലാവസ്മിൻ യുഗേ ജന മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യാഹി ഉപദ്രുത. അവർ ഭാഗ്യം കുറഞ്ഞ ആളുകളാണ്. ആത്മീയ കാര്യങ്ങളൊക്കെ യഥാർത്ഥ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല. അതുകൊണ്ട് അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ ഭാഗ്യമില്ല, ഭാഗ്യം കുറഞ്ഞ ആളുകളാണ്. മന്ദാ സുമന്ദമതയോ, മാത്രമല്ല അവർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ല. അതുകൊണ്ട് അവരെ മന്ദാ സുമന്ദമതയോ എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് കലിയുഗത്തിന്റെ ലക്ഷണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ വേദങ്ങളുടെ സാരം ഒന്ന് ചുരുക്കി പറയണം എന്നാണ് ശൗനകാദി മഹർഷിമാര് പറയുന്നത്. അതാണ് 11ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്ന 2ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം എന്താണ്? എല്ലാ വേദങ്ങളുടെയും സാരം എന്താണ് എന്നാണ് 2ാമത്തെ ചോദ്യം. ഭൂരീണി ഭൂരികർമാണി ശ്രോതവ്യാനി വിഭാഗശ അത സാധോത്രയത്സാരം സമുദ്രത്യ മനീഷയ. ആളുകൾക്ക് കേൾക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്.
വേദങ്ങളാണെങ്കിൽ ഒരുപാട് വിധത്തിലുണ്ട്. പുരാണങ്ങളും വേദങ്ങളൊക്കെ ഒരുപാട് അവർക്ക് പഠിക്കാനുണ്ട്. പക്ഷെ കലിയുഗത്തിൽ അതിനുള്ള സമയമില്ല. പ്രായേണ അല്പായുഷ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങ് ഈ വേദങ്ങളുടെ മുഴുവൻ സാരം പറഞ്ഞു കൊടുക്കണം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാരം ലളിതമായിട്ട് പറയണം. അത് സാധോത്രയത് സാരം സമുദ്രത്യ മനീഷ്യ. ഈ വേദസമുദ്രത്തിൽ നിന്ന് വേദത്തിന്റെ സാരം എടുത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതാണ് രണ്ടാമത്തെ ചോദ്യം. വേദങ്ങളുടെ സാരം എന്താണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. പിന്നീട് മൂന്നാമത്തെ ചോദ്യം 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സൂതജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാംപതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകി വസുദേവന്മാർക്ക് അവതരിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം ഒന്നാമത്തെ ചോദ്യം. ഈ വസുദേവന്മാർക്ക് ദേവന്മാരുടെ പുത്രനായിട്ട് അവതരിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം എന്താണ് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം 17ാമത്തെ ശ്ലോകത്തിലുണ്ട്. ഭഗവാൻ വ്യത്യസ്ത അവതാരങ്ങളിൽ ചെയ്ത വീരസാഹസ കൃത്യങ്ങൾ എന്തെല്ലാം എന്നാണ് 17ാമത്തെ ചോദ്യം. ഭഗവാൻ വ്യത്യസ്ത അവതാരങ്ങളിൽ ചെയ്ത സാഹസിക കൃത്യങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് അടുത്ത ചോദ്യം. നാലാമത്തെ ചോദ്യം 17ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹീന ശ്രദ്ധദാനാനാം ലീലയാ ദദതക്കല. ഭഗവാന്റെ സാഹസിക കൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം 18ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥാഖ്യാഹി ഹരേർധീമൻ അവതാര കഥാ ശുഭ ലീലാ വിദതത സ്വൈരം ഈശ്വരസ്യാത്മമായയ. ഭഗവാന്റെ മംഗളകരമായിട്ടുള്ള ലീലകൾ എന്തൊക്കെയാണ്? ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ലീലകൾ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ചാമതായിട്ട് ശൗനകാദി മഹർഷിമാര് പറയുന്നത്. അവസാനത്തെ ചോദ്യം അവസാനത്തെ ശ്ലോകത്തിലാണ്. 23ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാം അധുനോപേദേ ധർമ്മകം ശരണം ഗത. ഭഗവാൻ ശ്രീകൃഷ്ണൻ സുധാമ ഭഗവാൻ തിരിച്ചുപോയ സമയത്ത് ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചിട്ടുള്ളത്? ഇനി എങ്ങനെയാണ് ഇവിടെ ധർമ്മം പുലരുന്നത് എന്നാണ് 6ാമത്തെ ചോദ്യം. ഇങ്ങനെ 6 ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ ചോദിക്കുന്നത്. അതോടുകൂടി ഈ അധ്യായം ചുരുങ്ങുകയാണ്. അതിന്റെ ഉത്തരമാണ് ഇനി സൂത ഗോസ്വാമി മുഴുവൻ ശ്രീമദ് ഭാഗവതത്തിലും വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് വർണ്ണിച്ചു കൊടുക്കുന്നത്. അപ്പം 1ാമത്തെ അധ്യായത്തിന്റെ ഒരു ചുരുക്കം കിട്ടി എന്ന് വിചാരിക്കുന്നു. 1ാമത്തെ ശ്ലോകം പരമതത്വമായിട്ടുള്ള ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. 2ാമത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചാണ് പറയുന്നത്. 3ാമത്തെ ശ്ലോകത്തിൽ ഭാഗവതത്തിന്റെ രസതത്വത്തിനെ കുറിച്ചാണ് പറയുന്നത്. 4 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ സൂത ഗോസ്വാമിയെ ശൗനകാദി മഹർഷിമാർ സ്വീകരിച്ചിരുത്തുന്നതാണ്, അദ്ദേഹത്തിനെ സ്തുതിക്കുന്നതാണ്. 9 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ശൗനകാദി മഹർഷിമാർ സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നതാണ്. അതിൽ 6 ചോദ്യങ്ങളാണ് നമ്മളിപ്പം ചർച്ച ചെയ്തിട്ടുള്ളത്. ഹരേ കൃഷ്ണ. യെസ്, പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.